ഭാര്യയുടെ അടുത്തുനിന്ന് 2 ദിവസം മുങ്ങി ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകാനിന്ന് സാധനങ്ങൾ തട്ടിക്കൂട്ടി വണ്ടി കയറ്റി പുഴയും മലയും കാടും താണ്ടി ഒരു യാത്ര കുളമാവിലേക്ക്. വണ്ടിയില് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. പോകുന്ന വഴി കണ്ട ചെറിയ കടയുടെ മുമ്പിൽ നിർത്തി ഒരു ബൂസ്റ്റ് വിളിക്ക് അങ്ങോട്ട് കയറ്റി. വീണ്ടും യാത്ര. നമ്മളെ കംപ്ലീറ്റ് ആയി ഫ്രഷ് ആക്കാൻ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് കഴിയും. നമ്മൾ ചെന്നെത്തിയത് ഗ്രീൻബർഗ് റിസോർട്ടിലാണ്. ഈ ഗേറ്റ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ജുറാസിക് പാർക്കിലെ ഗേറ്റ് ആണ് ഓർമ്മ വന്നത്. രഞ്ജി പണിക്കർ പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് ഹരിതാപവും പച്ചപ്പും മാത്രമാണ്. അത്യാവശ്യം തിരക്കും. നമ്മളെ വെൽക്കം ചെയ്തത് ഇവരുടെ ചിരി മാത്രമല്ല, നല്ല വെൽക്കം ഡ്രിങ്ക് കൂടിയാണ്. ഇത് വിഷ്ണു. SSLC എക്സാം കഴിഞ്ഞ് ഒഴിവു സമയം പാർട്ട് ടൈം വർക്ക് ചെയ്യാനായി ഇവിടെ വന്നേക്കാം. ഇവനാണ് നമ്മളിവിടെ ഫുൾ ചുറ്റി നടന്ന് കാണിച്ചത്. SSLCക്ക് ഇവന് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവണേ ഭഗവാനെ. റൂം എല്ലാം ഓക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് അടിച്ച ശേഷം റിക്രിയേഷൻ ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആയിരുന്നു. ഇവൻ ആദ്യമായിട്ടാണ് അമ്പ് ചെയ്യുന്നത്. അവന്റെ ഉന്നം പിഴച്ചില്ല. അമ്പ് കൊണ്ടത് അഫ്സലിന്റെ കൊരവള്ളിക്ക് തന്നെയായിരുന്നു. 60 ഏക്കറാണ് ഈ പ്രോപ്പർട്ടി. പല കാറ്റഗറിയിലായി 37 കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ക്യാമ്പ് ഫയർ, നേച്ചർ വാക്ക്, ഫാം വിസിറ്റ് തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബോട്ടിങ്ങും കയാക്കിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ഡേ ട്രിപ്പ് പാക്കേജസും അവൈലബിൾ ആട്ടോ. ഒപ്പം 3 നേരവും നല്ല ഗംഭീര ഫുഡും. അങ്ങനെ 2 ദിവസത്തെ സുഖവാസത്തിന് ശേഷം ഗ്രീൻബർഗിനോട് യാത്ര പറഞ്ഞ് തിരിച്ച് നോർമൽ ലൈഫിലേക്ക്. ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇവ എന്നെ പഞ്ഞിക്കിടോന്നാ എന്റെ ഡൗട്ട്.